അന്നൊക്കെ ഒരുപാട് ഓടിക്കളിച്ച സ്ഥലമാണ് കേട്ടോ അതൊക്കെ. ഈ ഒരു പാറന്റെ മുകളിലൊക്കെ കയറി എത്ര കളിച്ചതെന്ന് അറിയില്ല. എല്ലാരും കൂടെ കസിൻസ് എല്ലാരും കൂടെ കൂടുമ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്, റമലാൻ മുബാറക്. അപ്പൊ അതാ മാറ്റി എല്ലാരും കൂടെ എങ്ങോട്ടാ ഇറങ്ങുന്നതെന്ന് നോക്കൂലേ. അപ്പൊ നമുക്കിന്ന് ഒരു നോമ്പ് തുറക്കാൻ വേണ്ടി പോകാനുണ്ട് കേട്ടോ. വേറെ എങ്ങോട്ടും അല്ല, അമ്മായിന്റെ വീട്ടിലേക്കാട്ടോ, ഉപ്പാന്റെ പെങ്ങളെ വീട്ടിലേക്ക്. പോയാലും മതിയാവാത്തൊരു സ്ഥലമാണ് കേട്ടോ. അതിലേക്കാളുപരി നമ്മളെ തറവാടും കാര്യങ്ങളൊക്കെ അവിടെ അടുത്ത് തന്നെയാണ്. അപ്പൊ അങ്ങോട്ടേക്കൊക്കെ പോകണം. അപ്പൊ ആ ഒരു സന്തോഷത്തിൽ ഉള്ള ഇറക്കാണ് കേട്ടോ. അപ്പൊ അതാ ഉപ്പന്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ വണ്ടിയിലൊക്കെ കയറാണ്. ഇന്നത്തെ നോമ്പ് തുറന്റെ വിശേഷങ്ങളും കുട്ടിക്കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ തറവാട് വീടൊക്കെ അവിടുത്തെ സ്ഥലങ്ങളും കളിച്ചു നടന്ന സ്ഥലങ്ങളും നിങ്ങൾ കാണാത്ത ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ടാവും. അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു കുട്ടി വ്ലോഗാണ്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പൊ അതാ നമ്മളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കാണ്ടോ. ഞാൻ പറഞ്ഞല്ലോ, എത്ര പോയാലും മടുക്കാത്തൊരു സ്ഥലമാണെന്ന് പറഞ്ഞല്ലോ, അത് സത്യമാണ് കേട്ടോ. എന്താന്ന് വെച്ചാല് നല്ലൊരു നമ്മളെ ഈ പ്രകൃതിയൊക്കെ സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ടായല്ലോ. എനിക്കൊക്കെ അങ്ങനത്തെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ എന്ന് വെച്ചാൽ കൂടുതലായിട്ട് ഇങ്ങനെ പറമ്പുകളാട്ടോ കാണാൻ. പറമ്പുകൾ കുറെ നമ്മൾ കാണാത്ത പലതരം മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള, ഇടയ്ക്കൊക്കെ ഓരോരോ വീടുകളും അങ്ങനെയൊക്കെ. അപ്പൊ ഇങ്ങനെ നമ്മൾ പോകുമ്പോ ഇങ്ങനെ കാഴ്ച കണ്ടുപോകാൻ നല്ല രസമാണ് കേട്ടോ. ഒരു വട്ടം ഈ വഴി വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും പിന്നെ ഇങ്ങോട്ട് വരാൻ വേണ്ടി തോന്നും കേട്ടോ. എന്താ വെച്ചാൽ ഇഷ്ടം പോലെ പുഴകളും നമ്മളിങ്ങനെ കുളിക്കാൻ വേണ്ടിയൊക്കെ വരുന്നവരൊക്കെ ഇഷ്ടംപോലെ ഈ ഭാഗത്ത് റിസോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഇത് വരുന്ന സ്ഥലം എവിടാന്ന് വെച്ചാൽ പുല്ലൂരാമ്പാറ എന്ന് പറയും. നമ്മളെ കോഴിക്കോട് ജില്ലന്റെ ഏകദേശം ഒരു അങ്ങേ അറ്റം തന്നെ പറയും കേട്ടോ. അപ്പൊ ഇതാ പറഞ്ഞ് നമ്മൾ അമ്മായിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് നടക്കുകയാണ് കേട്ടോ. കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് ഉമ്മ അതാ മുന്നിൽ നടക്കുന്നുണ്ട്, ഉമ്മ ഉപ്പയൊക്കെ. അപ്പൊ അവിടെ എത്തി വെക്കുമ്പോൾ അവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, നോമ്പ് തുറന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മളെ ഉപ്പച്ചിന്റെ, അതായത് എൻ്റെ ഉപ്പന്റെ ആണ്ടിന്റെ ദിവസം കൂടിയാണ്. ഉപ്പച്ചി റമലാനിലേന് മരിച്ചത്. അപ്പോൾ ഉപ്പച്ചിന്റെ ആണ്ടിന്റെ ദിവസം കൂടിയാണ്. അപ്പോൾ റമലാൻ ആയതുകൊണ്ട് അന്ന് ആ ദിവസം നോമ്പ് തുറപ്പിക്കലും ആണ്ടും കൂടെ അങ്ങനെ കഴിക്കലാണ് കേട്ടോ. അപ്പൊ അവിടെയൊക്കെ കയറി ഇറങ്ങി ഞങ്ങള് കുറച്ച് സമയം അവിടെ നിന്നതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ തറവാട്ടിലേക്ക് പോന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ അതാ വണ്ടിയൊക്കെ നിർത്തി ഞങ്ങൾ കുറച്ച് താഴോട്ട് നടക്കാണ്ട്, പിന്നെ അതാ ഇതുപോലെ റോഡുമ്മ കൂടെ നടന്ന് നമ്മൾ ആ തറവാട്ടിലേക്ക് കയറാണ് കേട്ടോ. ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. എത്ര വന്നാലും മതിയാവില്ല. എന്താ വെച്ചാൽ അങ്ങനെ ഉള്ള സ്ഥലമാണ് കേട്ടോ. ഞാനൊക്കെ ഈ ചെറിയ കുട്ടിക്കാലത്ത് ഒരു 4ാം ക്ലാസ് വരെ ഇവിടെ ആയിരുന്നു കേട്ടോ. ഇവിടെ എന്ന് വെച്ചാല് ഉപ്പന്റെ വീട് നാടാണല്ലോ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് സ്ഥലം മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇടയ്ക്ക് വെക്കേഷനും കാര്യങ്ങളും വരുമ്പോഴും എന്തെങ്കിലും ഒരു അവധി കിട്ടാൻ കാത്തുക്കും ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്റെ കസിൻസ്, അമ്മായിന്റെ മക്കളും എല്ലാരും ഇവിടെ ഉണ്ട് കേട്ടോ. എന്റെ ഏകദേശം പ്രായക്കാരാണ് എല്ലാരും. അപ്പൊ എല്ലാരും കൂടെ ഇങ്ങനെ വരുമ്പോ കളിക്കാനും ഇവിടെ നിൽക്കാനൊക്കെ ഭയങ്കര ഇഷ്ടേന്. അപ്പൊ അതാ വീടിന്റെ തൊട്ട് മുന്നിൽ തന്നെ ഉള്ള ഒരു പാറാണ് കേട്ടോ. അപ്പൊ കണ്ടത് വലിയൊരു പാറാണ്. ഞാനൊക്കെ ഓർമ്മ വെച്ച കാലം തൊട്ടേ കാണുന്നതാണ് കേട്ടോ. അതിന്റെ മുകളിൽ കയറി കളിക്കലും കാര്യം അതിനാണ് ഇങ്ങോട്ട് വരുന്നതന്നെ. പിന്നെ അതാ വീടിന്റെ ഫുള്ള് ചുറ്റോട് ചുറ്റെന്ന് പറഞ്ഞ പോലെ ഫുള്ള് മരങ്ങളാണ്. അപ്പൊ അതാ ഒരു സൈഡിൽ ഈ കാണുന്ന ഫുള്ള് ജാതിക്ക മരങ്ങളാട്ടോ. ജാതിക്കയും അതുപോലെ കൊക്കോക്കായും അതും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഏരിയയിൽ എന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് കൃഷിയാണ് കൂടുതലും ആൾക്കാർ ഇങ്ങനെ നോക്കുന്ന കേട്ടോ. അപ്പൊ നല്ല ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ട് ഇതൊക്കെ അവരെ ഒരു വരുമാന മാർഗം കൂടാണ് കേട്ടോ. അപ്പൊ വീടിന്റെ ഒരു സൈഡിലായിട്ട് കണ്ടോ വലിയ കോഴിക്കോടും കോഴികളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോഴും ഉണ്ട്. പണ്ട് തൊട്ടേ മെച്ചി ഇങ്ങനെ വളർത്തുന്നതാണ്, ഇപ്പോഴും ഉണ്ട്. അങ്ങനെതാ നമ്മൾ പിന്നെ ഈ 2 സൈഡിലേക്കും ഇങ്ങനെ റോഡും അതുപോലെ ബാക്ക് സൈഡ് ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞല്ലോ വീട് ചുറ്റും മരങ്ങളും, ഫ്രണ്ടിലായിട്ട് ഒരു കൊക്കോ തോട്ടാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പിന്നെ പുഴയാണ് കേട്ടോ. ആദ്യമൊക്കെ ഇവിടെ കൂടാനൊക്കെ വരുമ്പോ ഈ രാത്രി നമ്മളിങ്ങനെ കിടക്കുമ്പോ ഈ പുഴയിൽ നിന്ന് ഇങ്ങനെ വെള്ളത്തിന്റെ ഒരു ഇരമ്പൽ സൗണ്ട് ഉണ്ടാവില്ലേ, അതിങ്ങനെ കേൾക്കൂട്ടോ. നമ്മളിങ്ങനെ നല്ല രസേനി. പക്ഷെ അവിടെ ഇങ്ങനെ പാറക്കെട്ടുള്ള പുഴ ആയതുകൊണ്ട് വെള്ളം ഇങ്ങനെ അയിമ തട്ടി ഇങ്ങനെ വീഴുന്ന സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ട് കേട്ടോ. കുറച്ച് വലിയ പുഴയാണ്. അപ്പൊ ഞാൻ നോമ്പായം കൊണ്ട് ഇന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇനി എപ്പോഴെങ്കിലും വെക്കേഷനൊക്കെ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഇങ്ങനെ നിൽക്കാനൊക്കെ വരുന്ന സമയത്ത് എന്താ പറയാ, ഈ കാണുന്ന ഇത് ഇപ്പൊ വീടിന്റെ ഒരു ബാക്ക് സൈഡ് ആയിട്ട് വരും. അപ്പൊ ഇതിലെങ്ങനെ കേറിയിട്ട് ജാതിക്കയൊക്കെ അതങ്ങനെ ഒക്കെ ഇപ്പൊ ആയി വരുന്നുണ്ട് കേട്ടോ. ഉണ്ടായി വരുന്നേ ഉള്ളൂ. അപ്പൊ ഇതായി ബാക്ക് സൈഡിൽ ഫുള്ള് ജാതിക്കത്തോട്ടാണ്, കൊക്കോ ജാതിക്കത്തോട്ടമാണ്. ഇവിടെ ഇങ്ങനെ കേറി ഇവിടെ നിൽക്കാൻ
തന്നെ ഭയങ്കര രസാട്ടോ. പിന്നെ ഇതാ അതിന്റെ ഇടയിൽ ഒരു ഇലുമ്പപ്പുള്ളിന്റെ മരമുണ്ട്, പിന്നെ കറിവേപ്പില, കപ്പളങ്ങ എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. അപ്പൊ ഇതാ ഈ ബേക്ക് സൈഡിലായിട്ട് ഇങ്ങനെ ഇതുപോലെ ഫുള്ള് ചെറിയ ചെറിയ പാറകളാട്ടോ, കുട്ടി കുട്ടി പാറകൾ ഉണ്ടാകല്ലോ. അപ്പൊ ഞങ്ങളിങ്ങനെ അന്ന് ഞാൻ പറയല്ലോ ഇവിടെ കൂടാൻ വരുന്ന സമയത്ത് ഞങ്ങളെല്ലാരും കൂടെ ഇങ്ങനെ വൈകുന്നേരം ഒക്കെ കയറി ഈ പാറപ്പുറത്തൊക്കെ കയറി ഇരുന്നിട്ട് ഇങ്ങനെ, പിന്നെ ഇവിടെ അടുത്തുള്ള വേറെയും കുട്ടികളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ എല്ലാവരും കൂടെ കയറിയിട്ട് ഇങ്ങനെ കഥ പറയലും കളിക്കലും അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരിക. അപ്പൊ ഞാനിങ്ങോട്ട് കയറി പോകുന്ന കണ്ട് ഇന്നും അതാ വരുന്നുണ്ട്. ഇത് വീടിന്റെ ബേക്ക് ഭാഗമാട്ടോ ഈ കാണുന്നത്. അപ്പൊ അതാ ഈ കൊക്കോമ്മലൊക്കെ അതുപോലെ എല്ലാം ഇപ്പൊ കായ് ഉണ്ടാവുന്നൊരു സമയമാണെന്ന് തോന്നുന്നു. എല്ലാത്തുമ്മലും ഇങ്ങനെ ചെറിയ കായ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ചില സമയം ഇത് പഴുക്കുന്ന സമയത്താണ് നമ്മളിത് പറിച്ചു കൊണ്ടുപോകും കേട്ടോ, ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഒട്ടുമിക്ക എല്ലാ വീട്ടിലും ഉള്ളത് തന്നെയാണ് കേട്ടോ ഈ കൊക്കം, അതുപോലെ ജാതിക്കയൊക്കെ, ആമ്പക്ക. ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല കേട്ടോ, എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അപ്പൊ ഇതാ ഞാൻ ഈ പാറന്റെ അടുത്ത് ഇങ്ങനെ വന്ന് നോക്കിയേനെ കേട്ടോ. ഇവിടെ നമ്മൾ വന്നാല് ഞാൻ പറഞ്ഞല്ലോ ഈ കുട്ടികൾ ഇങ്ങനെ പാറന്റെ മുകളിലേക്ക് കയറും കേട്ടോ. അപ്പൊ നമ്മൾക്ക് ഒന്നും പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ നമ്മളും അവരെ പ്രായത്തില് ഇതുപോലെ ഇനി നമുക്ക് അതിന്റെ മുകളിൽ കയറിയാൽ വീഴുന്നൊക്കെ തോന്നും. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ, ഞാൻ ഈ ഫോണിൽ കാണുന്നതിനെക്കാട്ടി നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പൊ അവരിങ്ങനെ കയറി കളിക്കട്ടെ. അപ്പൊ ഇതാ ഞാൻ അതിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു ഇതായിട്ട് എടുത്ത് നല്ല ഭംഗിയുള്ള ഒരു ചെടി ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ടപ്പോ കുറച്ച് പൂക്കളൊക്കെ ആയിട്ട്. അപ്പൊ വെറുതെ ഒന്ന് എടുത്താണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇവിടെ വരുമ്പോ ഈ അടുത്തുള്ള അയൽപ്പക്കത്തുള്ളവരൊക്കെ ഇങ്ങനെ വർത്താനം പറയാനൊക്കെ വരും കേട്ടോ. നമ്മള് കുറെ മുന്നേ ഇങ്ങനെ കാണുമ്പോ ഇടക്ക് ഇങ്ങനെ കാണുമ്പോ ഭയങ്കര കാര്യമാണ്. അപ്പൊ അവരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന് സമയം പോയി അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെ കുറെ സമയം ഞങ്ങൾ അവിടെ കഴിച്ചു കിട്ടി കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ തിരിച്ച് ഞങ്ങളെല്ലാരും കൂടെ അമ്മായിന്റെ വീട്ടിലേക്ക് തന്നെ പോന്നിട്ടുണ്ടായിന്. അപ്പത്തിന് ഞാൻ പറഞ്ഞല്ലോ അവിടെ നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വൈകുന്നേരം ഉസ്താദുമാര് വന്ന് മൗലൂദ് കോതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങളിതാ ഈ എല്ലാരും കൂടെ അവിടെ ഇരുന്ന്, ഞാൻ പറഞ്ഞല്ലോ അമ്മായിന്റെ മക്കളൊക്കെ ഉണ്ട്. ഇനി ഇതിലേക്ക് ഇപ്പൊ ഇവിടെ ഇല്ലാത്തവരും ഉണ്ട് കേട്ടോ, നാട്ടിലില്ലാത്ത 2 ആളും ഉണ്ട്. അപ്പൊ അവരൊക്കെ ഇൻഷാ അല്ലാഹ് വെക്കേഷനിൽ വരും. അവരൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ ഒന്നിച്ച് കൂടും. അപ്പോൾ ഇങ്ങനെ കൂടിയാൽ ഭയങ്കര രസമായിട്ടോ. ഇങ്ങനെയൊക്കെ വർത്താനം കളിയും ചിരിയൊക്കെ ആയിട്ട് എത്ര അവിടെ നമുക്ക് പോരാൻ തോന്നൂല സത്യം പറഞ്ഞാല്. അപ്പൊ ഇനി വെക്കേഷനിൽ എല്ലാവരും കൂടെ കൂടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സമാധാനത്തിൽ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയം കൊണ്ട് നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഫ്രൂട്ട്സും കാര്യങ്ങളും പൊരികളും ജ്യൂസും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാം ടേബിളിൽ കൊണ്ടുപോയിട്ട് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ സത്യം പറഞ്ഞാല് ലാസ്റ്റ് ഒന്നായപ്പോ വീഡിയോ ഒന്നും എടുക്കാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ. ഫുഡും കാര്യമൊക്കെ കഴിച്ച് സംഭവങ്ങളും ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങള് രാത്രി ആയപ്പോ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പോവാനുള്ള മനസ്സൊന്നുമില്ല ഇനി, പിന്നെ സ്കൂളും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കുട്ടിക്കൊക്കെ. അപ്പൊ പിന്നെ രാത്രി തിരിച്ചു പോന്നു. ഇനിയിപ്പം വെക്കേഷനൊക്കെ ആയിട്ട് ഞങ്ങൾ എന്തായാലും കുറെ ഇതിലും കൂടുതൽ വിശേഷങ്ങളും എല്ലാം ഞാൻ കാണിച്ചിരുന്നുണ്ട് കേട്ടോ. അപ്പൊ ചെറിയൊരു സമയം കൊണ്ട് എടുത്ത ക്ലിപ്പായതുകൊണ്ട് ഇത്ര ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.